ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ ദിവസമായില്ലേ നമ്മൾ വ്ളോഗിൽ കണ്ടിട്ട്. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസത്തോളം ആയിട്ടുണ്ടാവും ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ട്. ഷോർട്സിനകത്തോട് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോക്കസ് ചെയ്യുന്നുണ്ടല്ല, കറക്റ്റ് സമയം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ കുറേ ദിവസമായി. ഇന്നിപ്പം ഞങ്ങൾ മാത്രമുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാനൊരു 5 മണി 5:15 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സമയമാകുമ്പോഴത്തേന് എണീറ്റിട്ടുണ്ട്. കാരണം നേട്ടന് പോകേണ്ട ദിവസമായതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അത് മുഖ്യമാണല്ലോ. പിന്നെ ഞാൻ ഓൾറെഡി റൂമിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എക്സ്ട്രാ ഒരു ഗ്ലാസ് കൂടെ കുടിക്കുന്നത്. അതുകൂടെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടികളെല്ലാം ഒന്നേന്ന് പറയണം തുടങ്ങാം. ആക്ച്വലി ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. കാരണം കുറേ നാളായി വോയിസ് ഓവറും ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് അതിൻ്റെ ടച്ച് കുറച്ചങ്ങ് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാണുന്നവരെല്ലാം ഒന്ന് ക്ഷമിക്കാൻ, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ രാവിലെ ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ടാട്ടോ, അരി ഇടാൻ വേണ്ടി വെള്ളം വെക്കുവാണേ. അപ്പം ഞാൻ അളന്ന് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പുതിയ കലമായതുകൊണ്ട് എങ്ങനെ എത്ര കൊള്ളുന്നതെന്നും അറിയത്തില്ല. അപ്പം ഒരു ദിവസം നമ്മൾ വെക്കുമ്പോൾ അറിയാമല്ലോ ഏകദേശം എത്ര ആവുമെന്ന്. അത് വെച്ചിട്ടാട്ടോ ഞാൻ ഈ വെള്ളമൊക്കെ അളന്നെടുക്കുന്നത്. എല്ലാവർക്കും ഉള്ളൊരു പൊതു സ്വഭാവമാണല്ലോ, പുതിയൊരു സാധനം കിട്ടുമ്പോൾ നമുക്ക് ആദ്യമേ ട്രൈ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കും അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായാൽ തന്നെയും അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പം ഞാൻ രണ്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തലേദിവസം തന്നെ എല്ലാം തീരുമാനിച്ചു വെക്കും കേട്ടോ, എന്തൊക്കെയാണ് കറി വേണ്ടത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് കറി വേണ്ടത്, കറി വെക്കുക എന്നൊക്കെ ഉള്ളത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അവിയൽ വെക്കാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. പച്ചക്കറി മറ്റേ മുറിച്ച് കിട്ടുന്ന പച്ചക്കറി കിറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് തീർക്കണമല്ലോ. അത് അവിയൽ വെക്കുമ്പോൾ വെച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ അമ്മയ്ക്കും എനിക്കൊക്കെ ഉള്ളു കേട്ടോ അവിയലിനോട് കൂടുതൽ താല്പര്യം. ഏട്ടനാണെങ്കിൽ കഴിച്ച് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അവിയൽ. അപ്പം മിക്കവാറും ദിവസങ്ങളെല്ലാം അവിയലായിരിക്കും. അപ്പോൾ ഏട്ടനാണെങ്കിൽ കഴിച്ച് മടുത്തിരിക്കുന്ന സാധനം അവിയൽ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ അവിയൽ എന്ന് പറയുന്ന സാധനം ബഹിഷ്കരിച്ചിരിക്കുക കേട്ടോ. കാരണം ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് അവിയൽ ഇങ്ങനെ വെച്ചങ്ങ് തീറ്റിച്ചു. പിന്നെ അത്ര മോശപ്പെട്ട സാധനമൊന്നും അല്ലല്ലോ, എല്ലാ പച്ചക്കറി അടങ്ങുന്നതല്ലേ. അപ്പോൾ കുറച്ചൊക്കെ നല്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ എന്നും മീൻ ഇറച്ചി മാത്രം കഴിച്ചാൽ പോരാല്ലോ. അപ്പോൾ അതാണ് ഞാൻ അതെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഭയങ്കര സ്പീഡായിട്ട് കാണിക്കുന്നു. ഇത്രയും സ്പീഡായിട്ടൊക്കെ അരിയാൻ പറ്റുമായിരുന്നെങ്കിൽ ആരായിരുന്നില്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ അരിഞ്ഞ് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് സമയമില്ലെങ്കിൽ മീൻസ് ഞാൻ രാവിലെ എണീക്കുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ തലേദിവസം ഇതെല്ലാം അരിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാവിലെ എണീറ്റുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ടാട്ടോ ഇതൊക്കെ അരിയാൻ നിൽക്കുന്നത്. അതിനിടയ്ക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരി ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ അരിയും അതിനകത്ത് എത്ര കൊള്ളും എന്നുള്ള ഒരു ഊഹവും എനിക്കില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് രാത്രി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഇടാം. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ. അപ്പം ഞാൻ അത് അരിയൊക്കെ നല്ലപോലെ 2-3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. എനിക്ക് ആ വെള്ള കളറൊക്കെ അങ്ങ് മാറണം. വെള്ള കളർ മീൻസ് വെള്ളത്തിൻ്റെ ആ ഒരു മെഴുക്കുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്നതിന് വരെ ഞാൻ കഴുകിയെടുക്കും കേട്ടോ. അപ്പം നേരെ കൊണ്ട് അരി അടുപ്പിട്ടിട്ടുണ്ട്. ഇനി അതവിടെ നിന്ന് വരുമല്ലോ. ഇനി നമുക്ക് ബാക്കി പച്ചക്കറിയുടെ കാര്യങ്ങളെല്ലാം നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴേട്ടോ ഇങ്ങനെ അരി ഇട്ടിട്ട് ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇളക്കണം എന്നൊക്കെ പഠിക്കുന്നത്. വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ അരി ഇട്ടിട്ട് പോകുമെന്നല്ലാതെ വേറെ ഒന്നും നോക്കാറില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് പിന്നെ അമ്മ പറയുന്നതല്ല, ഞാൻ കണ്ട് പഠിച്ച കേട്ടോ. അങ്ങനെ ഇളക്കണം എന്നുള്ളത് ഞാൻ അങ്ങനെ അറിയുന്നതും അങ്ങനെ ശീലിച്ചതും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അവിയലിനെല്ലാം അരിഞ്ഞ് കുക്കറിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനിയും കുക്കറിനകത്ത് ഒറ്റ ഫീസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. കൂടിപ്പോയാൽ കുഴഞ്ഞു പോവും, അവിയലായി പോവും. അത്രയും ഒന്നും വേണ്ട, ഒറ്റ ഫീസിലിന് നമുക്ക് നിർത്താം. അപ്പം ഞാൻ അതെല്ലാം മുറിച്ച് ഇവിടെ തന്നെ എടുത്തിട്ടേക്കുന്നുണ്ട്. ഈ നോക്കാതെ വാങ്ങിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇവിടെ പച്ചക്കറി വാങ്ങിക്കുന്നവരോട്. അപ്പോൾ ആ തക്കാളി കേടായിരുന്നു കേട്ടോ. ഞാനൊന്ന് ഇതിങ്ങനെ കാണിച്ചെങ്കിലും ഞാൻ അതിൻ്റെ ഒരു സൈഡൊന്ന് മുറിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ അവിയലിന് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത മരക്ക കേട്ടോ, അതൊന്നും കാണാതിരുന്നതാണ്. അതൊക്കെ ഇതിനകത്തുനിന്ന് പച്ചക്കറി വേസ്റ്റിനകത്തുനിന്ന് ഞാൻ കണ്ടുപിടിച്ചെടുത്ത് മാറ്റി വെച്ചേക്കുക. അപ്പം ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞതിനിടയ്ക്ക് ഞാൻ തക്കാളി ഒന്ന് മുറിച്ച് നോക്കിയായിരുന്നു ഇനിയും കൊള്ളാമോ എന്നറിയാൻ. പിന്നെ ചിലപ്പം മിക്കവാറും ഉള്ളതിനകത്ത് നല്ലതായിട്ട് കണ്ടതിനകത്ത് തന്നെ പുഴു കാണാറുണ്ട്. അപ്പം പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതിനകത്ത് പുഴു ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചാൽ അതേപോലെ മുറിച്ചിട്ട് കളയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തൂർത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അധികം പടിയൊന്നും വരാറില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വൃത്തിയാക്കി എവിടെ എടുക്കുന്ന സാധനങ്ങളെല്ലാം അപ്പം തന്നെ വൃത്തിയാക്കി മാറ്റും കേട്ടോ. ഇതിപ്പം മുറ ഒഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കേട്ടോ, മുറത്തിനകത്ത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടാറേയില്ല. തറയിലല്ല ഇട്ടത്, ഇപ്പോഴും പ്ലാസ്റ്റിക്കിന് ആ കവറിൻ്റെ മേല. പക്ഷെ അങ്ങനെ ഇടാറില്ല കേട്ടോ. മുറത്തിനകത്തോ അല്ലെങ്കിൽ വല്ല പ്ലേറ്റിനകത്തോ ചെത്തി ഇടാറുള്ളൂ. ഇതിപ്പം എൻ്റെ സ്പീഡ് ഞാൻ പെട്ടെന്ന് എന്തോ ആക്കിയിട്ട് മുറിച്ചിട്ടതാണേ.
അപ്പോൾ അതിൻ്റെ ഒരു തക്കാളി കറിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആക്കി കൊടുക്കും. ഈ തക്കാളി കറി ഏട്ടൻ ലക്ഷ്യം വെച്ച് മാത്രം കേട്ടോ. ഇവിടെ വേറെ ആർക്കും ഇങ്ങനെ തക്കാളി കറി വെക്കുന്ന ഇഷ്ടമല്ല. രസമൊക്കെ വെക്കുന്ന ഇഷ്ടമാണ്. ഏട്ടൻ അവിയലിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഈ തക്കാളി കറി ഇപ്പോൾ തട്ടിക്കൂട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എനിക്കിഷ്ടമല്ല, ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഏട്ടന് മാത്രമേ ഇഷ്ടമുള്ളൂ തക്കാളി കറി. തക്കാളി ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറക്കായിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ വലിയ പ്രോസസ്സിങ് ഒന്നുമില്ല. തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടോ ഒന്ന് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിന് വലിയ പ്രോസസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ പെട്ടെന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിന് എളുപ്പമായോന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ ലാസ്റ്റ് പൊടിയാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിയലിന് ആവശ്യമായ തേങ്ങ തിരുമ്മിയെടുക്കാം. അപ്പോൾ അവിയലിന് ഒരുപാട് തേങ്ങ അമ്മ അരയ്ക്കാറുണ്ട് കേട്ടോ. ഒരുപാട് തേങ്ങ മീൻസ് ബാക്കി തോരനും ബാക്കിയുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എക്സ്ട്രാ തേങ്ങ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കണ്ട് ശീലിച്ചുകൊണ്ട് എനിക്ക് നല്ല തേങ്ങയ്ക്ക് ചിലവാണ് ഗൈസ്. ഇവിടെ അവിടെ ആണെങ്കിൽ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ അതിനു വേണ്ടി ഈ തോരനൊന്നും അതിനുവേണ്ടി തേങ്ങയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഏട്ടനെ ഇവിടെ എപ്പോഴും ഞാൻ ഇവിടെ തോരന് അധികം തേങ്ങ ഉപയോഗിക്കാറെന്ന്. കാരണം എൻ്റെ അമ്മ ഇഷ്ടം പോലെ തേങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് തെങ്ങും പറമ്പും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും അതൊക്കെ അമ്മ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ശീലമായിട്ടോ. പിന്നെ ഇപ്പം ഞാൻ കുറയ്ക്കാറുണ്ട്. ഏട്ടന് തേങ്ങ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ തോരനൊക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴാണ് കൂടിപ്പോയി അതിന് പറയുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക്, ഒരുപാട് എരിവ് വേണ്ട, ഞാൻ പച്ചമുളക് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാണ് അതിനൊരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ, എന്നെപ്പോലെ വീഡിയോസ് ഇടുന്ന കുറേ ആളുകൾ കാണുമല്ലേ. നമ്മളൊരു സന്തോഷത്തിലല്ലെങ്കിൽ നമുക്ക് ഏണിങ്സിന് വേണ്ടിയിട്ട് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏണിങ്സിന് മാത്രം വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇടണമല്ലോ, അങ്ങനെ ഇടുന്നില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബ്ലോഗ്സിനകത്തൂടെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ തേങ്ങ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിയലിനുള്ളതാട്ടോ. അതിനകത്ത് ഞാൻ ജീരകവും ചെറിയുള്ളി ഇട്ടിട്ടുള്ളത് കേട്ടോ. 2-3 ചെറിയുള്ളിയും കുറച്ച് ഒരു പിഞ്ച് ജീരകവും അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ കഷ്ണത്തിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, അരച്ചെടുക്കാമല്ല കേട്ടോ. ഒന്ന് ചതച്ചെടുക്കുക, 2-3 ക്രഷ് ചെയ്തെടുക്കുക. ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി കേട്ടോ. അത് എടുത്തിട്ട് നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഓൾറെഡി വെന്ത് കിടക്കുക. ഒറ്റ വിസിലെടുത്തിട്ടുള്ളേ അതിനകത്തോട്ട് നമുക്ക് ആ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കുക്കർ വിസിലടിച്ചപ്പം. നമുക്ക് അതിനകത്തോട്ട് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കണം. ഈ അരപ്പൊന്ന് തിളച്ചിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഏതാണ്ട് പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്നത് കൊണ്ടൊന്ന് അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വെള്ളം ആവാതിരുന്നാൽ മാത്രം മതി കേട്ടോ. നമ്മൾ കഷ്ണം വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെള്ളമായി പോവും. അത് പിന്നെ പറ്റിക്കാൻ നടക്കണം. അതിലും ഭേദം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഷ്ണം വേവിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ഓൾറെഡി കഷ്ണത്തിനകത്തോട്ട് തന്നെ വെള്ളം ഇറങ്ങും. അപ്പം പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ പുളിയുടെയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരപ്പിൻ്റെ എല്ലാം വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേനും സെറ്റാവും കേട്ടോ. അവിയൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇരുന്നിട്ട് അങ്ങ് കുറുകി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വാങ്ങിയെടുക്കണം. അതാണ്ട് ഇത് ഞാൻ കറിവേപ്പില കിട്ടിയപ്പോൾ അതാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ കേട്ടോ. കുറേ ദിവസം ഇരുന്നേ. ഇത് വെച്ചിട്ട് തന്നെ രണ്ട് ദിവസമായി. ഒരാഴ്ച കൂടുതൽ ഇരുന്നു കേട്ടോ. ഞാൻ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. കുപ്പിയിലെ വെള്ളം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു 2 ദിവസം ഇടവിട്ട്. എന്നാലും ഫ്രഷ് ആയിട്ട് തന്നെ ലാസ്റ്റ് വരെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് എത്തിയപ്പോൾ ഞാൻ 2-3 ദിവസം ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് മാത്രം കേട്ടോ അത് പോയത്. അല്ലെങ്കിൽ അത് ഒരാഴ്ച കൂടുതൽ എന്തായാലും ഇരുന്നു കേട്ടോ. ഒരാഴ്ച അല്ലെങ്കിലേ ഉള്ളൂ. അപ്പം നല്ലപോലെ തന്നെ അങ്ങനെ തന്നെ പച്ചയായിട്ട് തന്നെ ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ആ തക്കാളിക്കറി ഞാനൊരു പാത്രത്തിനടുത്തോട്ട് മാറ്റിയിട്ട് ചീഞ്ചട്ടി ഒഴിക്കാൻ വേണ്ടിയിട്ടോ. അതെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇനി നമുക്കൊരു തോരൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. കുറച്ച് ബീൻസ് എടുത്തിട്ടുള്ളൂ. അതിനിടയ്ക്കൊരു പയർ വന്നു അതാണ്. അപ്പം ഒരു വലിയ സവാളയും കുറച്ച് ബീൻസും എടുത്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ബീൻസിൻ്റെ ഈ മേളിലത്തെ അവിടെ നിന്ന് ഇങ്ങനെ വരിക്കുമ്പോൾ ഒരു നാര് വരും, താഴത്തെ തണ്ടിൽ നിന്ന് വരിക്കുമ്പോൾ ഒരു നാര് വരും കേട്ടോ. അത് രണ്ടും എടുത്ത് കളഞ്ഞിട്ട് വേണം അരിയാൻ, അല്ലെങ്കിൽ ഒരു കഴിക്കും കേട്ടോ. തോരൻ വെക്കുമ്പം എല്ലാവരും അങ്ങനെ കളയാൻ തോന്നും, അല്ലെങ്കിൽ അരിയാനും പാടാണ്ട് ഇങ്ങനെ ഉണ്ടോ ഞാൻ എടുക്കുന്ന പോലെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും അതിങ്ങനെ പോരും കേട്ടോ. അപ്പോൾ ഞാനത് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ബ്ലോഗിനകത്തൂടെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് കേട്ടോ. ചിലർക്ക് അത് റിലേറ്റ് ആയിട്ട് തോന്നുമെങ്കിൽ അതെനിക്ക് അത് സ്വാഭാവികം മാത്രം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ അങ്ങനെ ആരെയും ബ്ലെയിം ചെയ്തുകൊണ്ട് ഒന്നും കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. ചിലതൊക്കെ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ചിലർക്കൊക്കെ അത് ഹേർട്ടാവും, ചിലർക്ക് അത് ഹേർട്ടാവില്ല. ഇതിപ്പം എനിക്ക് തന്നെ ഞാൻ വിചാരിക്കാത്ത പല കാര്യങ്ങളും എനിക്ക് തിരിച്ചടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പല കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടേ ഇപ്പം. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ പോകാറുമില്ല, സംസാരിക്കാൻ പോകാറുമില്ല കേട്ടോ. സംസാരിക്കാൻ പോകാത്ത കാര്യങ്ങൾ വരെ എൻ്റെ തലയിലോട്ട് വരുന്ന പല സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വലിയ കാര്യമായിട്ട് ഒരു കാര്യത്തിനകത്ത് ഇടപെടാൻ പോവാതെ എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് പോവാണേ. അതാണ് നല്ലത്, അതാ സേഫ് കേട്ടോ. അപ്പം ഞാൻ തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ കാര്യങ്ങളൊന്നും ആരോടും ഡിസ്കസ് ചെയ്യാനില്ലാത്തതിനായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. മറ്റേതാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ സ്ഥിരം ഇട്ടുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ യൂട്യൂബിനകത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആവും. പക്ഷേ ഇപ്പം അങ്ങനെയും പറയാത്തതുകൊണ്ട് അങ്ങനെയും പറയുന്നില്ലല്ലോ. കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അതൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പണ്ടത്തേനേക്കാളും ആക്റ്റീവ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ ഉളുക്കുകളുണ്ടല്ലേ, കുറേ വെള്ളി വീഴുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അത് കുറേ നാളായില്ലേ നമ്മൾ സംസാരിച്ചിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നും. അപ്പം ഞാൻ ഈ ഉള്ളിക്ക് ഭയങ്കര നീറ്റലായിരുന്നേ. ആ ഉള്ളി നീറും, എല്ലാ സവാളയും നീറും, പക്ഷേ ചില ഉള്ളിക്ക് ഭയങ്കര നീറ്റലായിരിക്കും, ചിലതിന് അത്രയും കാണത്തില്ല. ഇത് പക്ഷെ ഭയങ്കര നീറ്റിലായിരുന്നു കേട്ടോ ഈ ഉള്ളി. അപ്പം ഞാൻ ഒരെണ്ണം കഷ്ടപ്പെട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ കയ്യൊറ ഇല്ലാതെ അരിയാൻ പാടാം കേട്ടോ. ഞാൻ കയ്യൊറ ഇട്ടിട്ടേ അരിയത്തുള്ളൂ. അവിടെ കയ്യൊറ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് കയ്യൊറ വേണ്ട കേട്ടോ വീട്ടിൽ. അപ്പം കയ്യൊറ ഇല്ലെങ്കിൽ ഞാൻ ഒരു തുണിയെങ്കിലും എടുത്തിട്ട് കെട്ടി വെച്ചെങ്കിലും അരിയത്തുള്ളൂ കേട്ടോ. കയ്യൊറയാണ് മുറിഞ്ഞു പോയാൽ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കയ്യൊറ തന്നെ അത് കീറൽ വീണിട്ടുണ്ട് കേട്ടോ. ഞാൻ അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കീറൽ വീഴുന്നതാണ്. അപ്പം ഞാനതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലപോലെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കതിനുള്ള സമയം ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നല്ലപോലെ ഇങ്ങനെ വെള്ളത്തിനകത്ത് നിന്ന് ഒലുമ്പി എടുത്തതേ ഉള്ളൂ കേട്ടോ. സമയമുള്ളവരൊക്കെയാണ്, അല്ലെങ്കിൽ നേരത്തെ ഓർക്കുമായിരുന്നെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിക്കകത്ത് ഇടായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തില്ല. അപ്പോൾ ഓർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കഴുകിയെടുത്തു. എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിനകത്തോട്ട് തേങ്ങയും അരപ്പെല്ലാം ചേർത്തിട്ട് നേരെ അടുപ്പിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയോ ഉപ്പോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഇളക്കിയെടുക്കുന്നത്. സാധാരണ ഞാനാണെങ്കിൽ കടുക് വറുത്തിട്ട് ഈ സാധനം അതിനകത്തിട്ട് പിന്നെ അരപ്പ് ചേർക്കത്തുള്ളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് എന്താ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല, ഞാനാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഞെരടിയെടുത്തിട്ട് അങ്ങ് കടുക് വറുത്തിടുക ചെയ്തത്. ഇങ്ങനെയും ചെയ്യാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ സാധാരണ അല്ലാതെ കടുക് വറുത്തിട്ട് അതിനകത്തോട്ടിട്ട് പിന്നെ അരപ്പ് ചേർക്കുക, അതൊന്ന് വെന്ത് കഴിയുമ്പോൾ. ഇപ്പം ഞാൻ ഒന്ന് ചങ്ങാക്കി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് കടുകും കൂടെ ചേർത്തിട്ട് തോരനങ്ങ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് ഞാൻ വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബീൻസ് ആയതുകൊണ്ട് ഒന്ന് വേവണമല്ലോ. അതിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ടേ. കാപ്പിക്ക് ഞാനാണെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ട് ഒരു ക്യാരറ്റും ഒക്കെ എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണേ. ഉപ്പുമാവാണെങ്കിൽ ഭയങ്കര താമസമില്ലല്ലോ, പെട്ടെന്ന് ആവുമല്ലോ. അതുകൊണ്ടാട്ടോ ഈ കാപ്പിയുടെ പരിപാടി ഏറ്റവും ലാസ്റ്റ് ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഏറ്റവും ആദ്യമേ കാപ്പിയുടെ പരിപാടി കഴിഞ്ഞിട്ട് ചോറിൻ്റെ ഇലോട്ട് കിടക്കത്തുള്ളായിരുന്നു. ഇതിപ്പം ഉപ്പുമാവായതുകൊണ്ട് വലിയ താമസമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലപോലെ അരിഞ്ഞിട്ട് ഉപ്പുമാവാക്കി എടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ തോരൻ വന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തോരനൊക്കെ ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കത് വാങ്ങിയിട്ട്
ഉപ്പുമാവാക്കാം. ഉപ്പുമാവാക്കുന്നതൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഉപ്പുമാവ് കുറേ റെസിപ്പി ആയി പലതരത്തിലുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉപ്പുമാവ് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം അടുക്കള പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്ന് തൂത്ത് വാരിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. തൂപ്പും തൊടുപ്പൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഏകദേശം കഴിയുവേ. അപ്പോൾ ഏട്ടൻ അതിനിടയ്ക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏട്ടൻ പോകുന്നതിന് മുമ്പ് എടുത്താന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഈ തൂത്ത് ഞാൻ അവിടെ തൂത്ത് മാറ്റി കഴിഞ്ഞിട്ട് അടുക്കള മാത്രമേ ഞാൻ തൂത്തുള്ളൂ കേട്ടോ. അടുക്കള മാത്രം തൂത്തിട്ട് പിന്നെ ഏട്ടന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഏട്ടൻ പോയി കഴിഞ്ഞിട്ടാട്ടോ ബാക്കിയുള്ളത്. പിന്നെ ഞാനാണെങ്കിൽ ചൂലോ അല്ലെങ്കിൽ തുടയ്ക്കുന്നത് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചേച്ചിമോക്ക് വേണമല്ലോ. അവളപ്പം അതിന് അറ്റം പിടിക്കാൻ വേണ്ടി വരും കേട്ടോ. ഞാനല്ലെങ്കിൽ അവളോട് പറയും, 3 വയസ്സേ ഉള്ളൂ എങ്കിലും അവളോട് ഞാൻ പറയും കേട്ടോ, ചൂലെടുത്ത് തൂക്ക് കുഞ്ഞാ, ചൂലെടുത്ത് തൂക്ക് എന്നൊക്കെ പറയുമെങ്കിൽ അപ്പോൾ അവൾക്കൊന്നും പറ്റത്തില്ല കേട്ടോ. ഞാൻ എവിടെ നിന്ന് ചൂലോ അല്ലെങ്കിൽ തുടയ്ക്കുന്നതോ എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് അപ്പോൾ തുടയ്ക്കണം. അതാണ്ട് അതിൻ്റെ ഒരു പ്രാക്ടീസ് അവിടെ കാണുന്നത്. ഞാൻ തുടയ്ക്കെടുത്തപ്പോൾ അവൾക്ക് തുടയ്ക്കണം കേട്ടോ. അവളിപ്പോൾ അവിടെ എന്നെ സഹായിക്കാൻ അമ്മ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് തുടയ്ക്കുവാണേ. അപ്പം ഞാനും കുറച്ച് നേരം കൊടുത്തു, ആഗ്രഹമല്ലേ തുടയ്ക്കട്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് പിള്ളേർക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ. മോനാണെങ്കിൽ ഉറങ്ങുന്ന സമയമാണ്. അവളപ്പം കൈ കഴുകാൻ വേണ്ടിയിട്ട് വന്ന് കസേരയുടെ മേളിൽ നിന്ന് കൈ കഴുകുവാണേ. അവൾക്ക് അവിടെ ഞാൻ അപ്പുറത്ത് വാഷ് ബേസിൻ്റെ അവിടെ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവളുടെ കൈ കഴുകൊക്കെ കൂടിയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയതാണേ. അപ്പം അടുക്കളയിൽ വന്നിട്ട് കൈ കഴുകുക ചേച്ചി. ഇപ്പോൾ കൈ കഴുകിയിട്ട് ഞാൻ അവളെ ഓടിച്ചു വിട്ടു കേട്ടോ. പിന്നെ എൻ്റെ മോക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് 1.5 പണി കേട്ടോ. അത് അന്നും ഇന്നും എല്ലാം ഒന്നേപോലെ തന്നെ കേട്ടോ. ഒരു മുട്ടയാണെങ്കിൽ പോലും അവൾക്ക് മണിക്കൂർ എടുക്കും. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അവിയലും മാങ്ങാച്ചാറും പിന്നെ നമ്മൾ തക്കാളിക്കറിയും തോരനും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ കുട്ടികളാണ് അമ്മ ചന്നൂടെ. ഈ മാല ആരെവിടെ കൊണ്ടിട്ടേ? ഓക്കെ ഹായ് പറ. ഹായ് ഗൈസ്. ഇതിന് ഇടയ്ക്കൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിള്ളേരെ ഉറക്കാൻ പോയിട്ട് നല്ലൊരു ഉറക്കം പറയുമ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാശ് തുറക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല നൈസായിട്ടൊരു ഉറക്കം. ഏട്ടൻ ഫോൺ വിളിക്കുന്നത് വരെ ഉറങ്ങിപ്പോയി കേട്ടോ. ബെല്ലടിക്കുന്നതായിട്ട് ചാടി എണീറ്റത്. അപ്പോൾ ഇതിൻ്റെ മഴക്കോളായി. ഇത് തുണി എടുക്കണമായിരുന്നു. ഇപ്പം നല്ല പെരും മഴയാണേ. ഞാനിവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. പുറത്ത് നല്ല പെരും മഴ പെയ്യുന്നുണ്ട്. ഫുള്ള് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒന്നാമത് എൻ്റെ ഫോണിലെ സ്റ്റോറേജ് നിറഞ്ഞു. അതുകൊണ്ട് ഫോണിന് സ്റ്റോറേജ് സ്പേസ് ഇല്ല. ഇതിപ്പം കേൾക്കാൻ പറ്റും, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് പോലും അറിയുന്നില്ല കേട്ടോ. കാരണം നല്ല മഴയാണ്, ഞാൻ പറഞ്ഞില്ലേ. പിള്ളേരാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ചായയും കൊണ്ട് കൊടുക്കട്ടെങ്കിൽ. മുട്ട എടുത്താൽ കാശിക്ക് കേട്ടോ. കുഞ്ഞിക്ക് കൊടുത്തപ്പോൾ കാശിക്ക് പുഴുങ്ങാ ചുവ മുട്ട. എൻ്റെ ഇവമീര് എൻ്റെ ഇത് കുഞ്ഞ് തിന്നുന്നേ എന്ത് സാധനം? കൊള്ളപ്പം. എന്താ കുഞ്ഞേ എന്ത് കാണിക്കുന്നേ കുഞ്ഞേ?